ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോസ്റ്റ്യൂം സെയിം തന്നെയാണ്, പക്ഷേ സിനിമ ഒരേ ദിവസം കണ്ടുകൊണ്ട് ഒരേ ദിവസം തന്നെ എടുക്കുന്ന സെപ്പറേറ്റ് വീഡിയോസാണ്. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് TTT, തലൈവർ തമ്പി തലമയിൽ. ഇതിൻ്റെ ഫസ്റ്റ് ടീസർ എനിക്കൊന്ന് ടീസർ വന്നപ്പോഴും അത് കഴിഞ്ഞിട്ട് ട്രെയിലർ വന്നപ്പോൾ എനിക്ക് ക്ലിയറായി. ടീസർ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് മിക്കവാറും നമ്മുടെ ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്ക് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഡയറക്ടർ നിതീഷ് സഹദേവ്, ഫാലിമിയുടെ ഡയറക്ടർ. ഇതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഇതെല്ലാം മ്യൂസിക് ഡയറക്ടർ, എനിക്ക് തോന്നുന്നു അങ്കിത് മേനോനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതെല്ലാം ഒരു മലയാളം അല്ലെങ്കിൽ ഫാലിമി ടീമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഇത് ഫാലിമി തന്നെ ഉറപ്പിച്ചു. പക്ഷേ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫാലിമിയുടെ റീമേക്ക് അല്ല, കാരണം കഥ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ട്. ഇത് ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്ന രണ്ട് സിനിമകൾ, ഒന്ന് ഫാലിമി തന്നെ, ഫാലിമിയുടെ ഒരു വൈബ്, ഒരു മൂഡും അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സിനിമയാണ്. ടെംപ്ലേറ്റ് ഇൻ ദ സെൻസ് ആ സെയിം കഥയല്ല, ആ ഒരു ടെംപ്ലേറ്റിൽ ക്യാരക്ടേഴ്സ് മാറ്റിയിട്ട് ആ ഒരു വൈബ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ് TTT. ഫാലിമയുടെ കൂടെ ഇപ്പം റീസെൻ്റായിട്ട് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ പടം എനിക്ക് ആക്ച്വലി ഓർമ്മ വന്നു. ആ പടത്തിൻ്റെ ഒരു വൈബും ഇതിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു പടമാണ് TTT. ജീവ, ഇളവരസ്, തമ്പി രാമയ്യ, അങ്ങനെ ഒരു നല്ലൊരു ഫ്രഷ് കാസ്റ്റാണ് ഈ പടത്തിലുള്ളത്. ഒരു നല്ലൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ ധൈര്യത്തോടെ പറയാവുന്നൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഈ സിനിമ ആക്ച്വലി നീ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, ഇത് സിനിമയിലും നമുക്ക് നമ്മുടെ വാഴയ്ക്കകത്തൊക്കെ ഇടയ്ക്ക് ഒരു ട്രോളൊക്കെ കിട്ടിയൊരു, എനിക്ക് എൻ്റെ പുള്ളിയുടെ പേരറിയില്ല, പുള്ളി വാഴയ്ക്കകത്തും പിന്നെ തോൽവി FC, എനിക്കൊന്ന് ഫാലിമിക്കകത്ത് ബേസിലിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളി, കൂട്ടുകാരനല്ല പുള്ളിയാണ് ബേസിൽ ജോലി ചെയ്യുന്ന ഒരു ഡബ്ബിങ് സ്റ്റുഡിയോൻ്റെ ഓണർ ഓർ മാനേജർ, പുള്ളിയുടെ ഫ്രണ്ട് പോലെയാണ്. അപ്പം ആ പുള്ളിയൊക്കെ ഈ സിനിമയിലുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര രസം, എനിക്ക് ഏറ്റവും സന്തോഷം ഒരു മലയാളി അല്ലെങ്കിൽ നിതീഷ് സഹദേവ്, പുള്ളിയുടെ രണ്ടാമത്തെ സിനിമയാണ്. ഇനി അടുത്ത സിനിമ മമ്മൂക്കയായിട്ടാണ്. സോ എനിക്കത് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എക്സ്പെക്റ്റേഷൻ കൂടി. ഓക്കെ, സോ സംതിങ് ഫ്രഷ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം ഇത്. നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതിനകത്ത് ചില എന്താ പറയുന്നത്, ആ ഒരു സെറ്റിങ്, ആ സറൗണ്ടിങ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാട്ടർ ടാങ്ക്, അവിടെ വെറുതെ വാട്ടർ ടാങ്ക്, അല്ലെങ്കിൽ 2 വീട്, അതിൻ്റെ ചുറ്റും ഒരു കാട്, ആ പ്രദേശം, ആൾക്കാർ, ഇവരെല്ലാം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു അവസാനം നല്ലൊരു സംഭവം പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ് TTT. ജീവ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഇതിൽ ജീവ ഒരു നായകനാണ്. അപ്പോൾ നായകൻ ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നായകൻ്റെ ഒരു സാധനം, ഞാനൊരു നായകനാണ്, അപ്പോൾ എൻ്റെ ഒരു സാധനം ഇടാം എന്നൊന്നുമില്ല. ജീവ ഈസ് വൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഹി ആക്ച്വലി എന്താ പറയുന്നത്, പുള്ളി അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത്. നായകന് വേണ്ടി പ്രത്യേകം അങ്ങനെയൊന്നുമില്ല. ഇതിൽ എല്ലാവരും ലീഡ് ക്യാരക്ടേഴ്സാണ്. ഇതിൽ എന്താ പറയുന്നത്, കല്യാണ പെൺകുട്ടിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആ കൊച്ചും നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നല്ല, നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക, ലാഫ്റ്ററോ ഭയങ്കര അങ്ങനെയൊന്നുമില്ല. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കേവറ്റിക് ക്ലൈമാക്സ് ഒക്കെ വന്ന് നല്ലൊരു ഇൻ്റർവെല്ലൊക്കെ തന്ന് നല്ല എന്താ പറയുക, നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്മൈലോടെ കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആക്ച്വലി TTT.
ഇതിലേറ്റവും നല്ലൊരു രസം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ അവിടെ എവിടെയും ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു മലയാളി പ്രസൻസ് കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. ഇതിൻ്റെ പാട്ടുകൾ, ഇതിൻ്റെ വൈബ്, ഇതിൻ്റെ സെറ്റിങ് എല്ലാം ഒരു മലയാളം അല്ലെങ്കിൽ മലയാളം സിനിമയുടെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുമുണ്ട്. എന്നാൽ അത് എന്താ പറയുന്നത്, തമിഴ്നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു എനിക്കൊന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് അവിടെ നടക്കുന്ന ഒരു കല്യാണവും ഒരു മരണവും ഇത് രണ്ടും നല്ല രീതിക്ക് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്ക് ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ എനിക്കൊരു ആസ് എ മലയാളി ഒരു തമിഴ് സിനിമ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതും ഞാൻ കണ്ട തിയേറ്റർ എന്ന് പറയുന്നത് ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പം ഇവർ ലൈക്ക് ആ ഒരു സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ക്ലാപ്പ് അടിക്കുന്നു, വിസിലടിക്കുന്നു ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സോ ദാറ്റ്സ് നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തിയേറ്ററിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു ഫീൽ ഗുഡ് പടം നല്ല വൃത്തിക്ക് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തുള്ള വീഡിയോ വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ സമയത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.